ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പം എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് കുറേ പേർക്ക് ഒത്തിരിയും ഡൗട്ട്സ് ഉണ്ടെന്ന്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നത്. സംഭവം എന്താണെന്ന് പറയണമെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണാൻ നിങ്ങൾ മറക്കരുത്, കാരണം അത്രയും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ ഗ്യാരണ്ടി തരാം. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, എൻ്റെ പേര് കൃഷ്ണപ്രിയ. ഞാൻ തേർഡ് ഇയർ BSc നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്. പിന്നെ ഞാൻ പഠിക്കുന്ന ഏത് കോളേജിലാണെന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്നത് കനച്ചൂർ കോളേജ് ഓഫ് നഴ്സിംഗ് സയൻസ്, മാംഗ്ലൂർ. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ കോളേജിനെ കുറിച്ച് പറയാം. ഓക്കെ, എൻ്റെ കോളേജ് ഞാൻ പറഞ്ഞല്ലോ, കനച്ചൂർ കോളേജ് ഓഫ് നഴ്സിംഗ് മാംഗ്ലൂരിലാണ്. അപ്പോൾ കോളേജ് എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ കോളേജ് പോലെയാണ്. അപ്പം അവിടെ MBBS അങ്ങനത്തെ എല്ലാ കോഴ്സുകളും ഉണ്ട്. പിന്നെ കോളേജ് ക്യാമ്പസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോളേജ്, ഹോസ്പിറ്റൽ എല്ലാം ഒറ്റ കോമ്പൗണ്ടിൽ തന്നെ വരുന്നത്. അപ്പോൾ നമുക്ക് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഇടുമ്പോഴും നമുക്ക് അങ്ങനെ പേടിക്കാനൊന്നുമില്ല. നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസിലാണ് എല്ലാം ഉള്ളത്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പോയി വരാം, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പലയിടത്തും പോയി പഠിക്കുന്ന ഭയങ്കര ഉൾപ്രദേശത്തോട്ടൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂസും എൻ്റെ കോളേജിലില്ല. ഉൾപ്രദേശമൊന്നുമല്ല, നമുക്ക് എപ്പോഴും ബസ്സുണ്ട്. അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊക്കെയാണ്. അപ്പോൾ ആ ഒരു ഇഷ്യൂയും വരുന്നില്ല. പിന്നെ ചോദിച്ചതെന്ന് പറഞ്ഞാൽ എല്ലാ സെമ്മിലും നമുക്ക് MCQ ഉണ്ടോ എന്ന് ചോദിച്ചു. അതെ, എല്ലാ സെമ്മിലും നമുക്ക് MCQ ഉണ്ട്. പക്ഷേ ഇതെന്താന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അതായത് അനാട്ടമി ഫിസിയോളജി നമ്മൾ ഒന്നായിട്ട് എഴുതുന്നതെന്ന്. അപ്പോൾ അനാട്ടമിയിൽ ചിലപ്പോൾ 6 എണ്ണമാണെങ്കിൽ ഫിസിയോളജി ചിലപ്പോൾ 7 എണ്ണമായിരിക്കും. അങ്ങനെ മനസ്സിലായോ? പക്ഷെ ടോട്ടൽ അത്രയും നമ്പർ തന്നെ കാണും. പിന്നെ ഡിവൈഡ് ആയി പോവും അങ്ങനെ ഈ 2 എക്സാമൊക്കെ ഒരുമിച്ച് വരികയാണെങ്കിൽ. പക്ഷേ ഇപ്പോൾ നഴ്സിംഗ് ഫൗണ്ടേഷൻ ഒക്കെ ആണെങ്കിൽ ഒറ്റ അടിക്കായിരിക്കും ആ 12 അല്ലെങ്കിൽ 13 MCQസും വരുന്നുണ്ടാവുക. പിന്നെയും ചോദിച്ചതെന്ന് പറഞ്ഞാൽ നോട്ട്ബുക്സിനെ കുറിച്ച്. നോട്ട്ബുക്കിനെ കുറിച്ച് ചോദിച്ചാൽ ആക്ച്വലി ഞങ്ങൾ ആരും നോട്ട്സ് എഴുതിയിട്ടില്ല. പിന്നെ ചില ടീച്ചേഴ്സൊക്കെ സ്പെസിഫൈഡ് ആയിട്ട് നോട്ട്ബുക്ക് വേണം എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ ഞങ്ങളങ്ങനെ നോട്ട് എഴുതിയിട്ടുള്ളൂ. അല്ലാതെ നോട്ട് എഴുതുന്ന ഒരു സ്വഭാവം ഞങ്ങളുടെ ക്ലാസ്സിൽ ആർക്കും ഇല്ല. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം നിങ്ങൾക്ക് ഇപ്പം നോട്ട് എഴുതിയാലേ പഠിക്കാൻ പറ്റൂ. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് നോട്ട് എഴുതാം, അങ്ങനെ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. പക്ഷെ നമുക്ക് ഈ സ്കൂളിലൊക്കെ ഉള്ള പോലെ അവരുടെ നോട്ട് എഴുതാനൊന്നും ടൈം തരൂല. അപ്പോൾ ലെക്ചറിൻ്റെ സമയത്ത് ലെക്ചർ നോട്ട്സ് എഴുതാവുന്ന പോലെ അങ്ങനെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട് എഴുതുന്നതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ നോട്ട്സ് ഇങ്ങനെ എഴുതാൻ സമയം തരുന്ന ടീച്ചേഴ്സ് ആയിരിക്കണം. അത് നിങ്ങളുടെ എടുക്കുന്ന മാംസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ചോദിച്ചതെന്ന് പറഞ്ഞാൽ +2ൻ്റെ പെർസെൻറ്റേജിൻ്റെ കാര്യം. എടാ, ഇപ്പം ഞാൻ പറയട്ടെ, എൻ്റെ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ പറയുന്നത്. എൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിലെ മാർക്ക് എന്തിനാണ് നമുക്ക് +1ലേക്കുള്ള അഡ്മിഷന്. അതേപോലെ തന്നെ +2ലെ മാർക്ക് എന്ന് പറഞ്ഞാൽ കോളേജിലേക്കുള്ള അഡ്മിഷന്. അപ്പം ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻസ് വേഗം കിട്ടും. ഈ പറയുന്ന പോലെ ഗവൺമെൻറ് സീറ്റ്, എസ്പെഷ്യലി നമ്മുടെ കേരളത്തിലെ മറ്റേ LBS ഒക്കെ ഉണ്ടല്ലോ. അപ്പം അതൊക്കെയാണെങ്കിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, ഒരു 95% അബവ് ഒക്കെ ആണെങ്കിൽ. പക്ഷേ എൻ്റെ പെർസെൻറ്റേജ് എത്ര ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 85% ഉണ്ടായുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ LBS ഒന്നും കൊടുത്തില്ല, കാരണം കൊടുത്താലും കിട്ടത്തില്ലെന്ന് അറിയാം. സോ കൊടുത്തിട്ട് വേറെ കാര്യമില്ലല്ലോ. അപ്പം ഞാൻ കൊടുക്കാനൊന്നും നിന്നിട്ടില്ലായിരുന്നു. പിന്നെ ചോദിച്ചത് ക്ലാസ്സസിനെ കുറിച്ചാണ്. ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ 9 to 4 ആണ് ക്ലാസ് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് 1 മണിക്കൂർ നമുക്ക് ലഞ്ച് ബ്രേക്ക് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, വാക്കബിൾ ഡിസ്റ്റൻസിലാണ് ഹോസ്റ്റലും കോളേജും. അപ്പം നമുക്ക് ഹോസ്റ്റലിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്ത് നമുക്ക് പതുക്കെ കോളേജിൽ പോയാൽ മതി. പിന്നെ നമുക്ക് ക്ലിനിക്കൽ പോസ്റ്റിങ്ങിൻ്റെ കാര്യം ഞാൻ ജസ്റ്റ് ക്ലാസ് പറഞ്ഞുകൊണ്ട് മാത്രം അതിൻ്റെ കൂടെ ക്ലിനിക്കൽ പോസ്റ്റിംഗ് കൂടെ ഞാൻ ആഡ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ക്ലിനിക്കൽ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഇയറിൽ നമുക്ക് കുറച്ച് അവേഴ്സേ കാണത്തുള്ളൂ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന്. അത് വർഷം കൂടുന്തോറും ഇങ്ങനെ കൂടി വരും. പിന്നെ ഓരോ സബ്ജക്റ്റിൻ്റെ അനുസരിച്ച്, അതായത് ഇപ്പം ഞങ്ങൾക്ക് ഈ വർഷമാണെങ്കിൽ 2 പോസ്റ്റിംഗ് ഉണ്ടായി. അതായത് ഒന്ന് ചൈൽഡ് ഹെൽത്തും പിന്നെ ഒന്ന് മെൻ്റൽ ഹെൽത്തും. അപ്പം രണ്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ഒത്തിരിയും ക്ലിനിക്കൽ അവറിൽ നമ്മുടെ ടൈം പോകുന്നത്. അപ്പോൾ അതാണ് ക്ലിനിക്കൽ പോസ്റ്റിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ചോദിച്ചത് പാടാണോ നഴ്സിംഗ്, ബുക്കൊക്കെ കണ്ടിട്ട് പേടിയാവണു അങ്ങനെയൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, ബുക്കൊന്നും കണ്ടങ്ങനെ പേടിക്കാനൊന്നുമില്ല. ഞാൻ മുന്നത്തെ വീഡിയോയിലും പറയും, ബുക്കൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കരുത്. കാരണം ചിലപ്പോൾ സംഭവം ഭയങ്കര സിമ്പിൾ ആയിരിക്കും. ഇപ്പം എനിക്ക് പാടാൻ തോന്നുന്നത് ചിലപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് ഭയങ്കര ഈസി സബ്ജക്റ്റ് ആയിരിക്കും.
അതേപോലെ തന്നെ ചിലപ്പോൾ അവൾക്ക് ഈസിയാന്ന് തോന്നും, ചിലപ്പോൾ എനിക്ക് അത് മനസ്സിലാക്കാനേ പറ്റത്തില്ല. അത് ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇപ്പം ഞാനിപ്പം എനിക്കത് എളുപ്പമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും അങ്ങനെ തോന്നിയെന്ന് വരത്തില്ല. അപ്പോൾ പേഴ്സണലി ഇപ്പം എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് പറഞ്ഞു തരാണെങ്കിൽ, കാരണം ഇപ്പം കുറേ പേര് നഴ്സിംഗ് എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഭയങ്കര ഡൗട്ടായിട്ടിരിക്കുന്ന ഒരാളായിരിക്കുമല്ലോ. അപ്പം ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചാൽ എന്തായാലും സംഭവം എളുപ്പമാണ്. അതായത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, അതായത് +2 നിന്ന് മാറി നമ്മളൊരു കോളേജ് അതും ഒരു പ്രൊഫഷണൽ കോഴ്സൊക്കെ പഠിക്കാൻ പോകുമ്പോൾ അതിൻ്റെതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ അത് നമുക്ക് പറ്റുന്നതേ ഉള്ളൂ, അല്ലാതെ ഭയങ്കരമായിട്ട് അങ്ങനൊന്നും ഇല്ല. പിന്നെ അതേപോലെ തന്നെ ടെക്സ്റ്റൊക്കെ കണ്ടിട്ട് പേടിയാവണു. ഞാൻ പറഞ്ഞല്ലോ, ടെക്സ്റ്റിനകത്തെ കണ്ടന്റ് ചിലപ്പം ഭയങ്കര സിമ്പിളായിരിക്കും. ഇപ്പം തന്നെ നഴ്സിംഗ് ഫൗണ്ടേഷൻ ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു സബ്ജക്റ്റ്. നമുക്ക് നഴ്സിംഗ് ഫൗണ്ടേഷൻ അതിനെക്കുറിച്ച് പറഞ്ഞപ്പം എക്സാമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞ് വലിച്ചു വാരി എഴുതണ്ടാന്ന്. പക്ഷേ നഴ്സിംഗ് ഫൗണ്ടേഷൻ പോലുള്ള സബ്ജക്റ്റ് നമ്മൾ വലിച്ചു വാരി എഴുതണം. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ് അതിൻ്റെ ഇടയ്ക്ക്. അപ്പം നഴ്സിംഗ് ഫൗണ്ടേഷനൊക്കെ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര ബേസിക് അതിനകത്ത് ഉള്ള സംഭവങ്ങളല്ല. അതായത് നഴ്സസ് റോള്, അത് ഇത്, ബെഡ് മേക്കിങ്, മറ്റേ അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. അതായത് നമ്മളെങ്ങനെയാണ് ജസ്റ്റ് അത് ഭയങ്കര സിമ്പിളാണ് അതൊക്കെ. ലൈക്ക് ഹോട്ട് കംപ്രഷൻ, കോൾഡ് കംപ്രഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നഴ്സിംഗ് ഫൗണ്ടേഷൻ ടെക്സ്റ്റിനകത്ത് വരുന്നത്. പിന്നെ ഫസ്റ്റ് എയ്ഡ്, അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നും ഇല്ല. പിന്നെ ചോദിച്ച കാര്യമാണ് വരയ്ക്കാൻ അറിയണോ എന്ന്. ആക്ച്വലി വരയ്ക്കാൻ അറിയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പിന്നെ ഈ അനാട്ടമിയിൽ വരയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിനുള്ള ആൻസർ ഞാൻ തരാം. ഇപ്പം അനാട്ടമി എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊക്കെ ഇപ്പോൾ ഹാർട്ടോ അല്ലെങ്കിൽ സ്റ്റൊമക്കോ ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോക്ക്, കാണാൻ പറ്റുന്നുണ്ടോ? ഇതുണ്ട്, ഇതായിരുന്നു എൻ്റെ ഹാർട്ട്, ഇതായിരുന്നു എൻ്റെ സ്റ്റൊമക്ക്, അങ്ങനെയൊക്കെ മനസ്സിലായോ? അതായത് സംഭവം ഒന്ന് ഒപ്പിച്ചെടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് എക്സാമിൻ്റെ ഇടയ്ക്കൊന്നും അത്ര ഭയങ്കര കലാപരമായിട്ടിരുന്ന് വരയ്ക്കാനൊന്നും നിങ്ങൾക്ക് എന്തായാലും പറ്റത്തില്ല. അപ്പം അങ്ങനെ വരയ്ക്കാൻ അറിയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അനാറ്റമി അങ്ങനത്തെ ഒരു സംഭവത്തെ മാത്രം ഇങ്ങനെ വരയ്ക്കേണ്ട ഒരു കേസ് വരുന്നുള്ള എക്സാമിന്. ബാക്കിയൊന്നിനും അങ്ങനെ ഇതുവരെയായിട്ടും, ഇപ്പം ഞാൻ 3rd ഇയർ ആയി, ഇതുവരെയായിട്ടും അങ്ങനെ വേറൊരു കോഴ്സിന് അങ്ങനെ വന്നിട്ടില്ല. ഐ മീൻ വേറെ കോഴ്സും പോട്ടെ, വേറെ സബ്ജക്റ്റ്, സോറി. അപ്പോൾ അത് തന്നെ. പിന്നെ എനിക്ക് അതേപോലെ വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ലൈക്ക് ബുക്ക് കണ്ടപ്പോൾ പേടിയാവുന്നെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ബുക്കൊന്നും കണ്ടിട്ട് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഏതൊരു കോഴ്സാണെങ്കിലും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ലൈക്ക് +2 വരെ പഠിച്ച പോലെ ആയിരിക്കില്ല. എനിക്ക് ബാക്കി കോഴ്സിൻ്റെ അറിയത്തില്ല, എന്നാൽ പോലും എനിക്ക് തോന്നുന്നത് +2 വരെ പഠിച്ച പോലെ ആയിരിക്കത്തില്ല ഒരു കോഴ്സും നിങ്ങൾ കോളേജിലേക്ക് പോകുമ്പോൾ. പിന്നെ ഒരു ജോബ് ഓറിയൻറ്റഡ് കോഴ്സ് ആണല്ലോ, അപ്പം അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ എന്തായാലും കാണും. പിന്നെ എന്ന് ചോദിച്ചാൽ കോളേജിൻ്റെ ഫീസിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എല്ലാം വീഡിയോൻ്റെ ലാസ്റ്റിൽ ഞാൻ എല്ലാം പറയുന്നതായിരിക്കും. കാരണം അതിന് വേണ്ടിയിട്ട് സംഭവം ഉണ്ട്, എനിക്ക് യൂസ്ഫുൾ ആവും അത്. സോ നെക്സ്റ്റ്, ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങൾ ചോദിച്ച ഏകദേശം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ഞാനായിട്ട് ഇനി നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന്. വേണമെങ്കിൽ നിങ്ങളിതൊരു റിയാലിറ്റി ഓഫ് നഴ്സിംഗ് അങ്ങനെ ആയിട്ട് കൂട്ടിക്കോളൂ. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഈ ആനന്ദ സിനിമയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിനിമ കണ്ടിട്ട് വരിക്കും കോളേജ് ലൈഫ് സെറ്റ് അടിപൊളി അങ്ങനെ ഫുൾ ചില്ലായിട്ട് നടക്കാം. പക്ഷേ നോ ഗൈസ്, അങ്ങനെ ചില്ല് ചെയ്യാനൊന്നും ആക്ച്വലി നമുക്കങ്ങനെ വളരെ ചുരുക്ക സമയം ചില്ലിങ്ങിന് കാണത്തുള്ളൂ. എസ്പെഷ്യലി ഇങ്ങനെ നഴ്സിംഗ് കോളേജിലൊക്കെ പോവുകയാണെങ്കിൽ, അതിപ്പം ഏത് നഴ്സിംഗ് കോളേജിൽ പോവുകയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലൈക്ക് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ പറയല്ല, കാരണം നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങൾ അങ്ങനെ ആവണ്ടെന്ന് കരുതിയിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. ലൈക്ക് സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി വൈവാസ് കാണും, പിന്നെ അസൈൻമെൻറ്റ്സ്, കെയർ പ്ലാൻ, കേസ് സ്റ്റഡി, കേസ് പ്രസൻറ്റേഷൻ, ലെസൺ പ്ലാൻ, ക്ലാസ് പ്രസൻറ്റേഷൻ, അങ്ങനെ ഇഷ്ടം പോലെ സംഭവങ്ങൾ എഴുതാനുണ്ട്. അതായത് ഇപ്പം നമുക്ക് എക്സ്പെഷ്യലി ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഈ പ്രാക്ടിക്കൽ എക്സാം ഉള്ള സബ്ജക്റ്റ് ഉണ്ടല്ലോ. അതായത് ഇപ്പം പണ്ടിപ്പം മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് ആയിരുന്നു ഞങ്ങളുടെ ബാച്ച് മുതൽ. അപ്പം അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറയും. അപ്പം അതിനൊക്കെ പ്രാക്ടിക്കലുണ്ട്. പിന്നെ നഴ്സിംഗ് ഫൗണ്ടേഷനൊക്കെ പ്രാക്ടിക്കൽ എക്സാം ഉള്ളത്. അപ്പം അതിന് നമുക്കൊരു ഫയൽ ഉണ്ടാക്കും. അതായത് നമ്മൾ എഴുതിയ റിക്വയർമെൻറ്റ്സ് എല്ലാം കൂടെ ഇങ്ങനെ ബുക്ക് ബൈൻഡ് ചെയ്തിട്ട് ഒരു ഫയൽ ഉണ്ടാക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി റിക്വയർമെൻറ്റ്സ് എഴുതി വെക്കണം. പിന്നെ വൈവ കംപ്ലീഷൻ, അത് ഇത്, എക്സാംസ്, മോഡൽ എക്സാംസ്, അല്ലാത്ത എക്സാംസ്, പിന്നെ നമ്മുടെ സെം എക്സാംസ്, അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. അപ്പോൾ സ്ട്രെസ് ആണോ എന്ന് ചോദിച്ചാൽ അതെ, ഏകദേശം നല്ല സ്ട്രെസ്ഫുൾ ആണ് അറ്റ് ടൈംസ്. അതേപോലെ തന്നെ നിങ്ങൾക്ക്
എൻജോയ് ചെയ്യാൻ ടൈമുണ്ടോ, എൻജോയബിൾ ആണോ എന്ന് ചോദിച്ചാൽ എൻജോയ് ചെയ്യാനും ടൈമുണ്ട്, പക്ഷേ വളരെ ലിമിറ്റഡ് ആയിരിക്കും. നമുക്ക് ബാക്കി കോഴ്സ് പോലെ ഭയങ്കര ഇപ്പം എന്താ പറയുക, നമ്മൾ സാധാരണ ഡിഗ്രി കോളേജസിലെ പോലെയൊക്കെ നമുക്ക് ഫുൾ ടൈം എൻജോയ്മെൻറ്റ് അങ്ങനെയൊന്നും കാണില്ല. എനിക്കറിഞ്ഞൂടെ ഡിഗ്രി കോളേജൊക്കെ അങ്ങനെയാണോ, ആയിരിക്കും. എൻ്റെ ഒരു ഇതിൽ അങ്ങനെയാണ്. ഞാൻ ഫോട്ടോസെല്ലാം കാണുന്നുള്ളൂ, റിയാലിറ്റി അവിടുത്തെ നമ്മൾ അറിയുന്നില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. നമുക്കിത് കഴിഞ്ഞാൽ എന്തായാലും ജോബ് ഉറപ്പാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം നല്ല സ്കോപ്പ് ഉണ്ട്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പം കുറച്ച് നാളത്തെ കഷ്ടപ്പാട് നമുക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, കുറച്ച് അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ചിലപ്പം അത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് എവിടെയെങ്കിലുമൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റഗ്രാമിൽ കൂടെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോമൻസ് ആയിട്ടും ചോദിക്കാം. എന്തായാലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എന്നെക്കൊണ്ട് മീൻസ് എനിക്ക് അറിയാവുന്ന എല്ലാത്തിനെയും കുറിച്ച് റിപ്ലൈ തരും. ഓക്കെ, പിന്നെ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞില്ലേ, അതിനെക്കുറിച്ചിട്ട് ഞാൻ ഇനി പറയാം. സംഭവം എന്ന് പറഞ്ഞൊരു വലിയ കഥയാണ്. അതായത് ഒരു 3 വർഷം മുന്നേ ഞാൻ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും ലാസ്റ്റിലോട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത്. അതായത് ഏകദേശം അഡ്മിഷനൊക്കെ ക്ലോസ് ആവാനായി, മിക്ക കോളേജിൽ സീറ്റൊക്കെ ഫില്ലായി ആ ഒരു സമയം. അപ്പം എനിക്കിനി കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ, ഇനി അടുത്ത വർഷത്തേക്ക് ഞാൻ വെയിറ്റ് ചെയ്യണോ, അങ്ങനെ ഫീസ് എത്രയാണ്, ഏതാണ് കോളേജ് നല്ലത്, അങ്ങനെ ഫുൾ കൺഫ്യൂഷൻ ആയിട്ടിരുന്ന സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്ത പ്ലാൻ വേ ആണ്. പിന്നെ ഇതൊരു ഏജന്റ് ഒന്നുമല്ല, ഇതൊരു സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. അപ്പോൾ എനിക്ക് അത്ര യൂസ്ഫുൾ ആയതുകൊണ്ട്, പിന്നെ ഇവരുടെ ഫെസിലിറ്റീസ് അത്രയും നല്ലതായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അത് പരിചയപ്പെടുത്തുന്നത്. ഇനി ഇവരുടെ ഫെസിലിറ്റീസ് എന്നാക്കിയാന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ സ്കോളർഷിപ്പ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതായത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും പിന്നെ പ്ലാൻ വർഷോഡ് ആയിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് ഇവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഇപ്പം ഇനി ഫോട്ടോയിലൊക്കെ കാണുന്ന പോലെ ആയിരിക്കും ഇനി ക്യാമ്പസ്, അവിടെ പോയാൽ നേരിട്ട് കാണാനും അങ്ങനെ തന്നെ ആയിരിക്കുമോ? അങ്ങനത്തെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വേണ്ട. കാരണം ഇവർ ക്യാമ്പസ് വിസിറ്റും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ അഡ്മിഷൻ എടുത്താലും ഇല്ലെങ്കിലും. പിന്നെ അടുത്ത തലവേദന പേപ്പർ വർക്ക്സ് ആയിരിക്കും. അതായത് നമുക്ക് എന്തായാലും കുറച്ച് നമ്മൾ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുക, പിന്നെ അവിടുത്തെ അഡ്മിഷൻ ശരിയാകാൻ കുറച്ച് പേപ്പർ വർക്ക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനെക്കുറിച്ച് ഓർത്തും ടെൻഷൻ വേണ്ട, കാരണം അവർ ഇതും ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലോണിൻ്റെ കാര്യം. എന്നോട് ഈ കമൻസിൽ പോലും ഒരാൾ ചോദിച്ചിട്ടുണ്ടാകും, ഞാൻ ലോൺ എടുത്തിട്ടാണോ പഠിക്കുന്നതെന്ന്. ഞാൻ ലോൺ എടുത്തിട്ടല്ല പഠിക്കുന്നത്, പക്ഷേ ലോൺ സർവീസും ഇവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ഇവർ ലോൺ എടുത്ത് തരും നിങ്ങൾക്ക്. ഓക്കെ, പിന്നെ പേപ്പർ വർക്ക്സിൻ്റെ കാര്യം പറഞ്ഞപ്പം നമുക്ക് അഡ്മിഷൻ്റെ പേപ്പർ വർക്ക്സ് മാത്രമല്ല, അതായത് മെഡിക്കൽ ഫിറ്റ്നസ്സും പിന്നെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ എലിജിബിൾ സർട്ടിഫിക്കറ്റും എല്ലാം ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കോളേജിൻ്റെ അടുത്തായിട്ടുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റീസ് ഇവർ ഒരുക്കി തരും. പിന്നെ ജോബ് പ്ലേസ്മെൻറ്റ്, അതായത് നമ്മൾ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ ഉള്ള ജോബ് പ്ലേസ്മെൻറ്റും അഷ്വേർഡ് ആയിരിക്കും. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ബാംഗ്ലൂർ, തമിഴ്നാട്, മൈസൂർ, ഇവിടെ എവിടെ വേണമെങ്കിലും അവർ ഏത് കോളേജിൽ ഏത് കോഴ്സിന് വേണമെങ്കിലും അവർ അഡ്മിഷൻ എടുത്ത് തരും. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഏജന്റ് ഒന്നും അല്ല, സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സസ് ആയിട്ടുള്ള എമൗണ്ട് പൈസ കയ്യിൽ നിന്ന് പോകുന്നത് നിങ്ങൾ പേടിക്കണ്ട. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ക്യാമ്പസ് വിസിറ്റ് കിട്ടി, എഡ്യൂക്കേഷൻ കിട്ടി, പേപ്പർ വർക്ക്സ് കിട്ടി, പക്ഷേ കോളേജിൻ്റെ ഗതി ഒന്നും അറിയത്തില്ല. ആ ടെൻഷനും വേണ്ട. കാരണം എന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് കോളേജിലാണ് അഡ്മിഷൻ എടുക്കാൻ പോകുന്നത്, അതേ കോളേജിൽ പഠിക്കുന്ന ഏതെങ്കിലും സ്റ്റുഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്ത് നിങ്ങളുടെ ക്വയറീസ് ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു അവസരവും ഇവർ നിങ്ങൾക്ക് ഒരുക്കി തരുന്നുണ്ട്. അപ്പോൾ ഇനി പേടിക്കാനൊന്നുമില്ലല്ലോ, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇനി അഡ്മിഷൻ എടുക്കുക. ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സിനെ കോമെൻറ്റ്സ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.